ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കന്യാകുമാരി യാത്രയുടെ രണ്ടാമത്തെ പാർട്ടാണിത്. ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ എണീറ്റ് ഒരു 5 മണിയോട് കൂടെ തന്നെ സൺറൈസ് വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചയാണത്. ഭയങ്കര എന്താ പറയുക, നമുക്ക് പീസ്ഫുൾ ആൻഡ് റിഫ്രഷിങ് ഒരു മൊമെൻ്റ് ആയിരുന്നു എനിക്കത്. കാരണം ഇങ്ങനെ നമുക്ക് ദൂരെ നിന്ന് കടലും അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളും ഒക്കെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. രാവിലെ തന്നെ എഴുന്നേറ്റ് സൺറൈസൊക്കെ കാണുക എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിരുന്നു. ഇതാവുമ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വിവേകാനന്ദ പാറയിൽ നിന്നുള്ള ആ ലൈറ്റ് വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് 2 ബോട്ടൊക്കെ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് പോകണം കേട്ടോ. ആ ബ്ലൂ ലൈറ്റ് കാണുന്നതൊക്കെ ഇങ്ങനെ മീൻ പിടിക്കാൻ പോകുന്ന കുറേ ബോട്ടുകളാണ്. അവർ ആ സമയമാകുമ്പോൾ തന്നെ കടലിലേക്ക് ഇറങ്ങിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നെ കടലിൻ്റെ നിറം കണ്ടില്ലേ, ഒരുമാതിരി ബ്ലൂ ആൻഡ് ഗ്രീനിഷ് കൈൻഡ് ഓഫ് എന്താ പറയുക, വെള്ളമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം നേരമൊക്കെ വെളുത്തു. ഒരു 6, 6:30ക്കാണ് നമുക്ക് സൺറൈസ് കാണാൻ പറ്റുക എന്നൊക്കെയാണ് കാണിച്ചത്. അപ്പോഴേക്കും ആൾക്കാരെല്ലാം ചുറ്റും നിറഞ്ഞു. സൺ മാത്രം വന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൺറൈസ് കാണാൻ പറ്റിയില്ല. ഇതേപോലെ കിരണങ്ങൾ മാത്രം മേഘത്തിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ എത്തി നോക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ എന്താ വിചാരിക്കുക, ഇങ്ങനെ കടലിൽ നിന്ന് സൂര്യൻ ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വന്ന് ഉദിച്ചൊക്കെ കാണുന്നല്ലേ വിചാരിക്കുക. എവിടെ സൺ പോയിട്ട് സണ്ണിൻ്റെ കിരണങ്ങൾ മാത്രമേ വന്നുള്ളൂ. ഇത്രയും ആൾക്കാർ വെയിറ്റിംഗ് ആയിരുന്നു. ആ ദൂരെയൊക്കെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അത്രയും തിരക്കായി. ഒരു 6, 6:30 ആയപ്പോഴേക്കും ഞാനൊരു 7 മണി വരെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ പ്ലാനൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ സൂര്യൻ ഉദിക്കുന്നത് കാണാനായിട്ട് നിന്നില്ല. ഞാൻ എൻ്റെ വേറെ പ്ലാനുകളിലേക്ക് പോയി. അപ്പോൾ അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്തു. കുറേ അയ്യപ്പ സ്വാമിമാർ ഉണ്ടായിരുന്നു ഇതേപോലെ കാണാനൊക്കെ ആയിട്ട്. മണ്ഡലകാലം ആയതുകൊണ്ട് തന്നെ അവരുടെ തിരക്കായിരുന്നു കൂടുതലും. നോർമൽ ടൂറിസ്റ്റുകൾ കുറവായിരുന്നു. ഇവിടെ നിന്നുള്ള വ്യൂ തന്നെ കാണുമ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക, അന്നത്തെ ദിവസം നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. എനിക്ക് പിന്നെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ അതാണ്, തിരുവള്ളുവർ സ്റ്റാച്യൂവും അതുപോലെ വിവേകാനന്ദപ്പാറയും. അങ്ങനെ ഞാൻ റൂമിലൊക്കെ പോയി ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ടൊക്കെ, ഫ്രഷ് ഐ മീൻസ് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് വന്നു. ഇത് ഞാൻ ഫസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങോട്ട് ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് ഈ ഫെറിയിലോട്ട് കയറാനായിട്ട് ഞാൻ പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഡയറക്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ലോങ് ക്യൂ തന്നെ നിൽക്കേണ്ടി വരും. ഇതാവുമ്പോൾ നമുക്ക് സിമ്പിളായിരുന്നു കാര്യം. ഞാനിതിൻ്റെ ലിങ്കും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. നമ്മൾ രാവിലെ 8 മണിക്ക് ഇവിടെ സർവീസ് തുടങ്ങും, വൈകിട്ട് 4 മണി വരെ. ഞാൻ രാവിലത്തെ 8 മണിയുടെ സർവീസിന് തന്നെ കയറി, ഫസ്റ്റ് ബോട്ടിൽ തന്നെ കയറിയിട്ട് വിവേകാനന്ദപ്പാറയിൽ എത്തുകയാണ് ഉണ്ടായത്. 300 രൂപയുടെ ക്യൂ ആണ് ഈ കാണുന്നത്. ഞാൻ 300 രൂപയുടെ സ്പെഷ്യൽ ക്യൂ ആണ് എടുത്തത്. പിന്നെ വെറുതെ ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ കുത്തിക്കയറാനൊക്കെ ആയിട്ട് നോക്കിയിരുന്നു കേട്ടോ. അത് ഭയങ്കര ഒരു ഇറിറ്റേഷനായിട്ട് തോന്നി. വെറുതെ ബഹളം വെക്കുകയാണ് അവിടെ. കുറേ പേര് വെറുതെ ഒരു മര്യാദയ്ക്ക് പോകുന്ന ക്യൂവിനൊക്കെ വെറുതെ തള്ളി കയറി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് എന്തിനാന്ന് മനസ്സിലാവണില്ല. അവർക്ക് മനസ്സിലാവാതെയാണോ എന്നറിയണില്ല. അത് ഭയങ്കര കഷ്ടമാണ് സത്യം പറഞ്ഞാൽ, ഇടയിൽ കയറലും അതും ഇതൊക്കെ. പക്ഷേ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ വരിയിലുണ്ടായിരുന്നവർക്ക് അവരെല്ലാവരും ഓൺലൈൻ ബുക്കിംഗ് ത്രൂ വന്നവരാണ്. ഓൺലൈൻ ബുക്ക് ചെയ്ത് പോവാണ് ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. 100 രൂപയുടെയും 300 രൂപയുടെയും ക്യൂ ഉണ്ട്. ഓൺലൈൻ രണ്ടും ആണെങ്കിലും ഓൺലൈൻ ചെയ്തിട്ട് പോയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ബോട്ടിൽ കയറിയിട്ട് നമുക്ക് വിവേകാനന്ദ പാറയിലോട്ട് എത്താനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ഇതാ നമ്മുടെ ബോട്ടിലോട്ട് കയറാനുള്ളൊരു തിരക്കാണ് ഇപ്പോൾ ഈ കാണുന്നത്. അത്യാവശ്യം ഒരു 5 മിനിറ്റ് വേണ്ട, അതിനു മുന്നേ നമ്മളവിടെ എത്തും. കടലിലൂടെയുള്ള ഒരു യാത്ര ഫസ്റ്റ് ടൈം തന്നെയായിരുന്നു. ഇങ്ങനെ തിരയൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ബോട്ടും ഇങ്ങനെ പൊങ്ങിയും താഴ്ന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഒരുമാതിരി ഓളിയിടലൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണത് സത്യം പറഞ്ഞാൽ. ലൈഫ് ജാക്കറ്റൊന്നും ഞങ്ങൾക്ക് തന്നില്ല. അവിടെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും അത്രയ്ക്കുള്ള ടൈമില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ അത് കൊടുക്കേണ്ടതാണ്. അതിനുള്ള ടൈമും ഉണ്ടായിരുന്നില്ല. കണ്ടില്ലേ, നീല വെള്ളമാണ്. കണ്ടിട്ട് കൊതിയാവുണ്ടായിരുന്നു. അതിനനുസരിച്ച് ചെറിയൊരു ഷെയ്ക്കും ഉണ്ട്. നമ്മളിങ്ങനെ തിരയുടെ ഒപ്പം തന്നെ ഇങ്ങനെ സഞ്ചരിക്കുകയാണല്ലോ. അങ്ങനെ ഇതാ അപ്പം തന്നെ എത്തി, ബോട്ടെത്തി. നമ്മൾ വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിലോട്ട് കയറാൻ പോവാണ്. നല്ല പ്ലസൻറ്റ് വെതറായിരുന്നു. നല്ല തണുപ്പും അതുപോലെ തന്നെ കാറ്റും ചെറിയൊരു വെയിലും ഒക്കെ ആയിട്ട് അടിപൊളി വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വെതറായിരുന്നു. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരു 30 രൂപയുടെ എൻട്രി ടിക്കറ്റ് എടുക്കണം.
ആ എൻട്രി ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ചെരുപ്പ് അവിടെ വെക്കണം. അത് ഫ്രീ ആണ്. നമുക്ക് ചെരുപ്പ് അവിടെ അവർ നോട്ട് ചെയ്യാം. നമ്മൾ ചെരുപ്പ് കൊടുക്കുന്ന നമ്പർ നമ്മൾ നോട്ട് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെരുപ്പ് തിരിച്ചു തരും. അപ്പോൾ ഇതാണ് 30 രൂപ എൻട്രി എടുക്കാനുള്ള ക്യൂ. അവിടെ ഗൂഗിൾ പേ ഉണ്ട്, ക്യാഷ് പേയ്മെൻറ്റും ഉണ്ട്. ഏത് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. അതിനുശേഷം ചെരുപ്പൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിലോട്ട് കയറുവാണ് കേട്ടോ. ഇപ്പോഴും ഇവിടെ കയറുന്ന വരെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കന്യാകുമാരിയിലാണ് തനിയെ വന്ന് നിൽക്കുന്നത്. സോ ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ് ബിക്കോസ് എനിക്കിത് സാധിച്ചു എന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ മനസ്സ് മുഴുവൻ. അത്യധികം സന്തോഷമുണ്ട്. എന്താ പറയണ്ടേന്നും അറിയില്ല. അങ്ങനൊരു മൊമെൻറ്റിലായിരുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. കൂടാതെ ഈ കന്യാകുമാരിയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ. നമ്മുടെ അറബിക്കടൽ, ബേ ഓഫ് ബംഗാൾ, ഇന്ത്യൻ ഓഷ്യൻ, ഈ 3 കടലും കൂടി ഒന്നാകുന്ന ഒരു പ്ലേസും കൂടിയാണ്. അപ്പോൾ ഈ വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. എന്തായാലും ഇപ്പം എല്ലാവർക്കും നമുക്ക് കുറേ സോഴ്സസ് ഉണ്ട്. ഞാനിത് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. 1963 സ്വാമി വിവേകാനന്ദൻ ഈ പാറയിൽ എത്തിയത് ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് ധ്യാനം ചെയ്യാനാണെന്ന് പറയപ്പെടുന്നുണ്ട്. അദ്ദേഹം 1892 ഡിസംബർ 25 മുതൽ 3 ദിവസം ഇവിടെ യാത്ര ചെയ്ത് മെഡിറ്റേഷൻ നടത്തി. പിന്നീട് 1970 വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ നിർമ്മിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. ജനങ്ങൾ ഡൊണേഷൻ കൊടുത്തിട്ടാണെന്നും കൂടി നമുക്ക് അതിൽ പറയപ്പെടുന്നുണ്ട് കേട്ടോ, ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിയിട്ട്. പിന്നെ ഈ റോക്ക് മെമ്മോറിയലിലെ മെഡിറ്റേഷൻ ഹാളിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ സൈലൻസ് കീപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് അവിടെ കുറേ നേരം ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാം. വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാൻ എന്ത് രസമാണെന്നറിയോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അനുഭവിച്ചറിയണം എന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ ഇൻസൈഡ് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. പിന്നെ ഈ കാറ്റ്, അതുപോലെ നടുക്ക് കടൽ, നമ്മളതിൻ്റെ മുകളിൽ ഇരിക്കുക, എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല. പിന്നെ ഈ കാണുന്നത് ഇപ്പോൾ ഈ അടുത്ത് റിനോവേഷൻ കഴിഞ്ഞ ഗ്ലാസ് ബ്രിഡ്ജാണ്. അയ്യോ, എനിക്ക് വാക്കുകളില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാനായിട്ട്. നമുക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നെങ്കിലും അത് നെവർ മൈൻഡ് ആക്കണം നമ്മൾ. എന്നിട്ട് ഇങ്ങനെ നടന്നിട്ട് തിരുവള്ളുവർ സ്റ്റാച്ചുവിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത്. അടിപൊളി വ്യൂ ആണ് കേട്ടോ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കൂടെ നടക്കുമ്പോൾ. അവിടെ പെർമിഷൻ എന്താ പറയുക, എൻ്റെ മുടിയൊക്കെ ആ ഗ്ലാസ്സിൽ കൂടെ പറക്കണം നിങ്ങൾക്ക് കാണാം. അത്രയധികം കാറ്റായിരുന്നു. പിന്നെ താഴെ ഇങ്ങനെ പാറയൊക്കെ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു ഇത് പൊട്ടി ഇപ്പം നിലത്ത് വീഴുമെന്നൊക്കെ തോന്നും. പക്ഷെ ഒരു പ്രശ്നവുമില്ല, എല്ലാവരും ഇങ്ങനെ കൂളായിട്ട് നടന്നു വരുന്നത്. പിന്നെ അവിടെ നിൽക്കരുത് ഇരിക്കരുത് എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ വേറെയും റിനോവേഷൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ട്. കുറേ ഇങ്ങനെ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട്. സോ ഇത് ഭയങ്കര വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി, ഈ കണക്ഷൻ ഗ്ലാസ് ബ്രിഡ്ജ് അവിടെ വെച്ചിട്ടുള്ള. അല്ലെങ്കിൽ അതിന് മുന്നേ രണ്ടിടത്തേക്കും സെപ്പറേറ്റ് ബോട്ടിൽ പോകണമായിരുന്നു. പക്ഷേ ഇത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെയുള്ള ഒരു കാഴ്ചയും. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റോക്ക് മെമ്മോറിയലും പിന്നെ ഈ സ്റ്റാച്യു. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ തിരുവള്ളൂരിൻ്റെ സ്റ്റാച്യു. ഈ സ്റ്റാച്യുവിൻ്റെ പണി പൂർത്തിയായിട്ടുള്ളത് 2000-ലാണ്. 133 ഫീറ്റ് ആണ് ഇതിൻ്റെ ഉയരം വരുന്നത്. തിരുവള്ളുവർ തമ്പുരാൻ എഴുതിയ തിരുക്കുറലിൻ്റെ 133 ചാപ്റ്റേഴ്സിനെയാണ് ഈ 133 അടി ഉയരം എന്ന് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ ബേസ് സ്റ്റോൺ ആയിട്ട് 38 മീറ്ററും പിന്നെ സ്റ്റാച്യുവിൻ്റെ 95 ഫീറ്റ് ഗ്രാനൈറ്റ് ബ്ലോക്സും ചേർത്താണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ ഈ തിരുവള്ളുവറിൻ്റെ സ്റ്റാച്യു. അവിടേക്ക് നമുക്ക് 2, 3 2 നില കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ മുകളിലെത്തും. അവിടെ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നോക്കുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഈ സ്റ്റാച്യു നമ്മളിങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോൾ നമ്മളൊക്കെ എത്ര ചെറുതാണ്, അത് നമുക്ക് എന്തായാലും ഫീൽ വരുമല്ലോ. അടിപൊളിയായിരുന്നു അവിടെയുള്ള ഒരു കാഴ്ചയൊക്കെ. പിന്നെ ഇത് ഒരു വ്യൂ പോയിന്റ് മാത്രമായിട്ടില്ല, നമുക്കൊരു കൾച്ചറൽ സിമ്പലും കൂടിയാണ് തിരുവള്ളുവറിൻ്റെ ഈ സ്റ്റാച്യു എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് നോക്കൂ ഈ കാഴ്ച, എത്ര മനോഹരാണെന്ന് നോക്കി നോക്കൂ. എനിക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ശരിക്കും നമ്മൾ കണ്ണുകൊണ്ട് കണ്ടറിയണം എന്നാണ് എല്ലാവരും പറയുക. ക്യാമറ കണ്ണിൽ കൂടെ നമുക്ക് കാണുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതവിടെ നിന്ന് കാണുമ്പോൾ ഒരു വ്യൂ
എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ഞാൻ അവിടെ വെച്ചിട്ട് എനിക്ക് കണ്ണൊക്കെ ഞാൻ സത്യമായിട്ടും അവിടെ ആ ഫെറിയിൽ വന്നിറങ്ങി എനിക്ക് ആ ഒരു കാറ്റും തണുപ്പും അതുപോലെ ഞാൻ അവിടെ എത്തി എന്ന് പറയുന്ന ഫീലൊക്കെ കൂടി എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മൊമെന്റിൽ. പിന്നെ ഈ കാഴ്ച കൂടി കണ്ടപ്പോൾ ആ കടലിന്റെ അവിടെ ആ സ്റ്റാച്യൂവിന്റെ ഒരു പ്രതിബിംബം ഇങ്ങനെ നമ്മൾ കാണില്ലേ, അടിപൊളി വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ. എനിക്കവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടിയിരുന്നു. ഞാൻ ഫസ്റ്റ് ബോട്ടിൽ വന്ന് ഇറങ്ങിയ ആളായതുകൊണ്ട് തന്നെ എനിക്ക് നല്ലോണം ടൈം കിട്ടി ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട്. സോ ഞാൻ അത്യാവശ്യം നന്നായി എൻജോയ് ചെയ്തു. എനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകൾ ഇപ്പോഴും കിട്ടുന്നില്ല. എല്ലാവരും കന്യാകുമാരി വരുമ്പോൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. എന്നേക്കാളും മുന്നേ പലതവണ വന്ന് പോയിട്ടുള്ളവരുണ്ടാവും, പക്ഷെ പോവാത്തവരോടാണ് നിങ്ങൾ എന്തായാലും മസ്റ്റ് വിസിറ്റ് ആണ് ഇവിടെ. നമ്മളവിടെ ചെന്നിരുന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്ത് നമുക്കൊരു വേറെ തന്നെ ഒരു ഫീലാണ് കിട്ടുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കത് അനുഭവിക്കാൻ ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇങ്ങനെയൊക്കെ വാദോരാതെ സംസാരിക്കാനായിട്ട് പറ്റുന്നതെന്ന് തോന്നുന്നു. സോ എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ അവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന വഴി കയറുന്ന വഴി രണ്ടും രണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തിരുവള്ളൂരിൻ്റെ ഒരു ഹിസ്റ്ററി ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് അത് കഴിഞ്ഞ് തിരിച്ച് ഗ്ലാസ് ബ്രിഡ്ജിലൂടെ ആയിരുന്നു. നമ്മൾ പിന്നെയും എക്സൈറ്റഡ് ആണ്, ചെറിയ കുട്ടികളുടെ പോലെ തന്നെയാണ് ഞാനും ഈ ഒരു എക്സൈറ്റ്മെന്റിൽ കൂടെയാണ് നടന്നത്. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം എന്തായാലും ഇത് നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ആണ്. അതും പോകുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഈ ഫെറി ബുക്ക് ചെയ്യാനായിട്ട് ഓൺലൈൻ ബുക്ക് ചെയ്യാണ് കുറച്ചും കൂടി കൺവീനിയൻറ്റ്. അത് തന്നെയാണ് ബെറ്റർ വേ. സോ എല്ലാവരും ഒരു ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോവാണ് നല്ലത്. നമ്മൾക്ക് അവിടെ ചെന്നിട്ട് ക്യൂ നിന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. ഓൺലൈൻ ത്രൂ ബുക്ക് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ മൊബൈലിൽ കാണിച്ചാലും നമ്മൾ സേഫായിട്ട് അവിടെ എത്തും. ഫസ്റ്റ് ബോട്ടിന് കയറി വരാൻ തന്നെ ശ്രദ്ധിക്കുക. ഈ രണ്ട് കാര്യം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കന്യാകുമാരി ട്രിപ്പ് അടിപൊളിയായിട്ട് ഇതൊക്കെ തിരുവള്ളുവർ സ്റ്റാച്യൂവും അതുപോലെ വിവേകാനന്ദ റോക്ക് മെമ്മോറിയലൊക്കെ അടിപൊളിയായിട്ട് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ നോക്കി നോക്കൂ, എന്ത് രസമാണ് ആ നീലക്കടലിൻ്റെ ഇടയിൽ ഇങ്ങനെ പാറയിൽ തിരുവള്ളുവറിൻ്റെ സ്റ്റാച്യു. അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് മെഡിറ്റേഷൻ ചെയ്യണു, കാറ്റ്, ആകാശം. ഓ മൈ ഗോഡ്, എനിക്കൊന്നുമില്ല പറയാനായിട്ട്. നിങ്ങൾ കണ്ടു നോക്കും എന്തായാലും. അങ്ങനെ അത്യാവശ്യ സമയം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു. കുറേ സമയം ഞാൻ അവിടെ രാവിലെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ തിരിച്ചിറങ്ങുവാണ്. നമുക്ക് ബോട്ട് എപ്പോഴും സർവീസ് ചെയ്തുകൊണ്ടിരിക്കും, ആൾക്കാരെ കൊണ്ടുവരും, കയറ്റിക്കൊണ്ടു പോവും. അപ്പം നമ്മൾ നമ്മുടെ ബോട്ടിനടുത്തേക്ക് പോവാണ്. നെക്സ്റ്റ് ബോട്ടിൽ കയറിയിട്ട് എനിക്കിനി അടുത്ത ഡെസ്റ്റിനേഷൻ പോകണം. സോ ബോട്ടൊക്കെ വന്നു, അതിൽ കയറി അപ്പുറത്തെത്തണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ ഈ ബോട്ടിലൂടെയുള്ള യാത്ര ഭയങ്കര രസമായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തിരയുടെ ഇതിനനുസരിച്ച് ബോട്ട് ഇങ്ങനെ മേലോട്ട് പോവും, പിന്നെ താഴോട്ട് വരും. അങ്ങനെ കുറച്ച് നേരം അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ അറ്റ് ദ സെയിം ടൈം കുറച്ച് ടെൻഷനും ഒക്കെ കൂടിയിട്ടുള്ളൊരു രസകരമായിട്ടുള്ളൊരു യാത്ര. അപ്പോൾ ഇത് നോക്കി നോക്കൂ, ഇങ്ങനെ വേവിനനുസരിച്ച് നമ്മുടെ ബോട്ടും നീങ്ങും, പിന്നെ കുറച്ച് അവരൊന്ന് സ്ലോ ഡൗൺ ചെയ്യും, പിന്നെ അത് കഴിഞ്ഞിട്ട് പോവും. അങ്ങനെയൊക്കെയാണ് യാത്ര ഉണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്.
അന്നത്തെ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തോണ്ടും, രാവിലെ ഒരു കോഫി മാത്രം കുടിച്ചോണ്ടുമാണ് ഞാൻ ബോട്ടിൽ കേറിയിട്ടുണ്ടായിരുന്നത്. സോ തിരിച്ചു വന്നപ്പോഴേക്കും എനിക്ക് നല്ല വിശപ്പായി. അപ്പൊ വേറൊന്നും കഴിക്കാൻ എനിക്ക് അപ്പോൾ ഫീൽ ചെയ്തൂല്ല. സോ ഒരു കരിക്കട കണ്ടു, നേരെ ഒരു കരിക്ക് വാങ്ങി കുടിച്ചു, കഴിച്ചു. പിന്നെ കുറച്ച് നേരം ഷോപ്പിംഗ് ചെയ്യാന്ന് വിചാരിച്ചു. ചെറിയൊരു കുട്ടി ഷോപ്പിംഗ്, കാര്യമായിട്ടൊന്നും ചെയ്തില്ല. എല്ലാം അവിടെ ഇങ്ങനെ ഷെല്ല് കൊണ്ടുള്ള കുറേ ഡെക്കോർ ഐറ്റംസ് ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഞാൻ വാങ്ങിച്ചൊന്നുമില്ല. ഞാൻ ഫ്രിഡ്ജ് മാഗ്നറ്റും അതുപോലെ കുറച്ച് കുട്ടി കുട്ടി ഷോപ്പ് പീസസ് ഒക്കെ വാങ്ങിച്ചിട്ട് എൻ്റെ ഷോപ്പിംഗ് അവസാനിച്ചു. വേറെ ഒന്നും ഞാൻ ഷോപ്പ് ചെയ്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ റൂമിൽ പോയി കുറച്ച് നേരം കൂടി റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ലഞ്ചൊക്കെ കഴിക്കുകയാണ് ഉണ്ടായത്. ലഞ്ച് കഴിച്ചിട്ട് എൻ്റെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോയിട്ടോ. ലഞ്ച് അന്നത്തെ മീൽസാണ് കഴിച്ചത്. എനിക്ക് വലിയ ഇഷ്ടമായില്ല. പക്ഷെ പോട്ടെ എന്ന് വിചാരിച്ചു. ലഞ്ച് കഴിച്ചിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് വട്ടക്കോട്ടൈ ഫോർട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പൊ കന്യാകുമാരി സൺറൈസ് വ്യൂ പോയിന്റിൽ നിന്നാണ് ഞാൻ ഓട്ടോ വിളിച്ചത്. അവിടെ ചോദിച്ചപ്പോൾ ഇവര് അപ്പ് ആൻഡ് ഡൗൺ നമ്മളെ കൊണ്ടുവരുന്നത് ഉൾപ്പെടെ വട്ടക്കോട്ടൈ ഫോർട്ടിലേക്കുള്ള ചാർജ് 300 രൂപയാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് വേറെ ഡെസ്റ്റിനേഷൻസും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ അത് തന്നെ ചൂസ് ചെയ്തു. നേരെ അതിൽ കയറിയിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും വരില്ല കേട്ടോ. ഞാൻ തന്നെയാണ് ചൂസ് ചെയ്തത്. അങ്ങനെ വട്ടക്കോട്ടൈ ഫോർട്ട് എത്തി. ഉള്ളിലോട്ട് എൻട്രി ഫീസ് എടുത്തു. 25 രൂപയാണ് എൻട്രി ഫീ. ചെന്നപ്പോൾ ആരുമില്ല ഫോർട്ടിനകത്ത്. ഉച്ച നേരത്താണ് ഞാൻ ചെന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു എന്താ പറയുക, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ചെന്നപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത്. ഈ വട്ടക്കോട്ടൈ ഫോർട്ട് എന്ന് പറയുന്നത് ട്രാവൻകൂർ രാജാവായ മഹേന്ദ്രവർമ്മയുടെ കാലത്ത് 18ാം നൂറ്റാണ്ടിലാണ് ഈ ഫോർട്ട് കെട്ടിയിട്ടുള്ളത്. ക്യാപ്റ്റൻ ഡെ ലെനോയ് എന്ന ഡച്ച് സൈനികനാണ് ഈ ഫോർട്ട് പിന്നീട് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത്. അറേബ്യൻ സീ കോസ്റ്റ് ലൈനെ കാത്തു സൂക്ഷിക്കാനായിരുന്നു ഈ ഫോർട്ട് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഇത്രയാണ് വട്ടക്കോട്ടൈ ഫോർട്ടിനെ കുറിച്ച് എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് കാണുന്ന വ്യൂ അടിപൊളിയാണ്. വീണ്ടും ഞാൻ പറയുന്നു, അടിപൊളി വ്യൂ. നിങ്ങൾക്ക് ഈ വ്ളോഗിലൂടെ കാണുമ്പോൾ എങ്ങനെയാണ് ഇത് കാണാൻ പറ്റുന്നത് എനിക്കറിയില്ല. പിന്നെ ഈ കോട്ടയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അറേബ്യൻ സീ വഴി വരുന്ന ശത്രുക്കളിൽ നിന്ന് ട്രാവൻകൂർ സാമ്രാജ്യത്തെ രക്ഷിക്കുക എന്നതായിരുന്നു കേട്ടോ. പിന്നെ ഇതിന്റെ പേരിൽ തന്നെ ഉണ്ട് ഇതിന്റെ അർത്ഥം തന്നെ. വട്ടക്കോട്ടൈ എന്ന പേരിന്റെ അർത്ഥം തന്നെ എന്ന് പറയുന്നത് വട്ടാകാരത്തിലാണ് ഈ കോട്ടയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് വട്ടക്കോട്ടൈ എന്ന പേര് വന്നത് അത്ര. ഇവിടെ കാണുന്ന ഗ്രാനൈറ്റ് സ്റ്റോൺസ് സിമെന്റ് ഇല്ലാതെ ഇന്റർലോക്ക് ചെയ്തിട്ടാണ് പണിതിരിക്കുന്നത്. ഇത് ട്രാവൻകൂർ ആർക്കിടെക്ചറുടെ വലിയൊരു പ്രത്യേകത കൂടിയാണ്. പിന്നെ ഫോർട്ട് വാൾ ഏകദേശം 25-30 അടി ഉയരവും 900 മീറ്ററോളം നീളവും ഉണ്ട്. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണുന്നത് വിരിഞ്ഞു കിടക്കുന്ന അറേബ്യൻ സീ ആണ്. അവിടെ നിന്ന് വരുന്ന കാറ്റും അതുപോലെ തന്നെ ആ കടലിന്റെ ഒരു ദൃശ്യഭംഗി എന്ന് പറയുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെല്ലുമ്പോൾ അവിടെ അധികം ആരും ഉണ്ടായിരുന്നില്ല. കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും അടിപൊളി പ്ലേസ് ആണ്. നല്ല ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് വട്ടക്കോട്ടൈ ഫോർട്ട്. അപ്പൊ എനിക്കിവിടെ വന്നുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടായിരുന്നില്ല. എന്നെ അപ്പ് ആൻഡ് ഡൗൺ കൊണ്ടാക്കിയ ആ ഓട്ടോക്കാരനോട് ഞാൻ ഭയങ്കരധികം കടപ്പെട്ടിരിക്കുന്നു. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും കന്യാകുമാരി പോകുന്നവര് നെക്സ്റ്റ് സ്പോട്ട് വട്ടക്കോട്ടൈ ഫോർട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടുള്ളത് വാക്സ് മ്യൂസിയത്തിലോട്ടാണ്. വാക്സ് മ്യൂസിയത്തിൽ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ കഴിയുന്നത് ഹിസ്റ്റോറിക്കൽ ഫിലിം ആൻഡ് ലീഡേഴ്സ്, ഫ്രീഡം ഫൈറ്റേഴ്സ് എന്നിവരുടെ മെഴുകു പ്രതിമകളാണ്. അത് അത്യാവശ്യം നന്നായി തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതിൻ്റെ കൂടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടിക്കറ്റ് റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. ഓരോ സ്ഥലത്തും ഞാൻ പോയതിൻ്റെ ടിക്കറ്റ് റേറ്റും അതുപോലെ തന്നെ ടൈമിങ്ങും, ഓപ്പൺ ആൻഡ് ക്ലോസിങ് ടൈമും കൂടിയും കൊടുത്തേക്കാം. പിന്നെ അവിടെ ഒരു നമുക്ക് ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് തോന്നിയത് കുറേ 3D പിക്ചേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടുത്തെ ഒരു ഗൈഡ് നമ്മളെ ആ പിക്ചേഴ്സിലൊക്കെ കൊണ്ടിരുത്തി നമ്മുടെ ഫോണിൽ തന്നെ അവർ
ഫോട്ടോസ് എടുത്ത് തരും. അങ്ങനെ കുറേ പിക്ചേഴ്സ് എനിക്ക് എടുത്ത് തന്നിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് കൗതുകം എൻ്റെ രസകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. ഈ നിൽക്കുന്ന ചേച്ചി അടിപൊളിയാണ് ട്ടോ. കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു. സോളോ ആയിട്ടാണോ വന്നേന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു അതെ, എന്തായാലും വലിയ കാര്യമാണ്. അങ്ങനെ എന്നെ പോവാൻ പറ്റട്ടെ എന്ന് കുറേ പറഞ്ഞു സംസാരിച്ചു ആ ചേച്ചി. പിന്നെ ഞാൻ ഇടപഴകിയവരൊക്കെ എനിക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. അവിടെ ചെന്നിട്ട് നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്ക് കൂടുതലും ഉണ്ടായിട്ടുള്ളൂ. സോ എൻ്റെ സോളോ എനിക്ക് വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ്. ഞാൻ 3 സോളോ നടത്തിയതിൽ എനിക്ക് കന്യാകുമാരി എനിക്ക് വൺ ഓഫ് ദ സ്പെഷ്യൽ ഒരു ഡെസ്റ്റിനേഷൻ ആയിരിക്കും. കാരണം എനിക്ക് വിചാരിച്ച പോലെ എല്ലാം ഇവിടെ ഞാൻ വിചാരിച്ച പോലെ നടന്നിട്ടുണ്ട്. സോ എനിക്ക് ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിരുന്നു കന്യാകുമാരി യാത്രയിൽ ഉണ്ടായിട്ടുള്ളത്. സോ ഇവിടെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ കാണാനായിട്ട്. കുറേ നേരം ഞാൻ അതൊക്കെ ചുറ്റി നടന്ന് കണ്ടു. അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി പിന്നെ കുറച്ച് നേരം ഞാൻ എൻ്റെ റൂമിൽ പോയി റെസ്റ്റ് ചെയ്തു. അപ്പോൾ എല്ലാം നടന്ന് നടന്ന് കാണാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. സോ എനിക്ക് വട്ടക്കോട്ടയ്ക്ക് മാത്രമാണ് കുറച്ചധികം എക്സ്പെൻസ് ആയത്. അത് കഴിഞ്ഞ് ഈവനിങ് ഒരു കോഫി പിന്നെയും കുടിച്ച് ഞാൻ വീണ്ടും നടക്കാനിറങ്ങിയത് പിന്നെ പോയിട്ടുള്ള സ്ഥലം ഗാന്ധി മണ്ഡപമായിരുന്നു. ഗാന്ധി മണ്ഡപത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 1948 നമ്മുടെ ഗാന്ധിജിയുടെ അസ്ഥി കന്യാകുമാരിയിൽ നിമഞ്ജനം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ മെമ്മറിയിലാണ് ഗാന്ധി മണ്ഡപം സ്ഥാപിച്ചിരുന്നത്. പിന്നെ ഇവിടെ ഗാന്ധിജിയുടെ അസ്ഥികള് നിമഞ്ജനം ചെയ്യാൻ വെച്ചിരുന്ന സ്പോട്ട് വരെ അവരവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതവിടെയായിരുന്നു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗാന്ധിജിയുടെ ചെറുപ്പം മുതലുള്ള ജീവചരിത്രങ്ങൾ ഫോട്ടോസായിട്ടും അതുപോലെ തന്നെ എഴുതി വെച്ചിട്ടും കുറേ കാര്യങ്ങൾ അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കുട്ടിക്കാലം മുതൽ മരിക്കുന്നത് വരെയുള്ള കുറേ ഫോട്ടോസ്, നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ റെയർ ഫോട്ടോസ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കന്യാകുമാരിയിൽ വന്നു കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഗാന്ധി മണ്ഡപമാണ്. ഇവിടെ പിന്നെ ഒരു സൈലൻസ് ആണ് കേട്ടോ. ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ വിവേകാനന്ദ പാറ ഒഴിച്ച് ബാക്കിയെല്ലാം ഭയങ്കര ഒരു സൈലൻസ് ആൻഡ് കാം ക്വയറ്റ് പ്ലേസസ് ആയിരുന്നു. ഗാന്ധി മണ്ഡപത്തിന്റെ അവിടെ നിന്നുള്ള വ്യൂ അടിപൊളി തന്നെയാണ്. എവിടെ നോക്കിയാലും നമുക്ക് ഭയങ്കര പീസ്ഫുൾ ഒരു എനർജി തന്നെയാണ് ഫീൽ ചെയ്യുക. അപ്പൊ ഇവിടെ ഭയങ്കര സൈലൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നേരമൊക്കെ അവിടെ വന്നിരിക്കാനായിട്ട് സാധിക്കും. ദെൻ മൈ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ലൈറ്റ് ഹൗസ് ആണ്. ഞാൻ ചെന്നൈ പോയിട്ട് എനിക്ക് ലൈറ്റ് ഹൗസിൽ കയറാൻ പറ്റാത്ത വിഷമം ഞാൻ ഇവിടെയാണ് തീർത്തത്. സോ ലൈറ്റ് ഹൗസിലോട്ട് പോയി. അവിടെ 10 രൂപയാണ് ഒരാൾക്ക് എൻട്രി ടിക്കറ്റ് വരുന്നത്. നമ്മൾ 10 രൂപ കൊടുത്തിട്ട് ഇവിടെ ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റിൽ കയറിയിട്ട് നമുക്ക് ലൈറ്റ് ഹൗസിന്റെ ടോപ്പിലെത്താം. ടോപ്പിൽ നമ്മൾ താഴെ നിന്ന് കാണുന്ന വ്യൂ അല്ലല്ലോ, എന്തായാലും ഒരു 360 ഡിഗ്രി വ്യൂ ആണ്. കന്യാകുമാരി ഫുൾ ടൗൺ വ്യൂ നമുക്ക് ഇതിൽ നിന്ന് കഴിഞ്ഞാൽ കിട്ടും. സൺസെറ്റിന്റെ ടൈമായിട്ടാണ് ഞാൻ എത്തിയത്. സോ അത് എൻ്റെ പെർഫെക്റ്റ് ടൈമായിരുന്നു. എനിക്ക് നന്നായിട്ട് സൺസെറ്റ് കാണാനായിട്ട് സാധിച്ചു. ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ കണ്ടോ, തിരുവള്ളൂരിൻ്റെയും വിവേകാനന്ദ പാറയുടെയൊക്കെ വ്യൂ അടിപൊളിയായിട്ട് കാണാം. പിന്നെ കന്യാകുമാരി സെൻറ്റർ നമുക്ക് അടിപൊളിയായിട്ട് കാണാം. സൺസെറ്റ് നന്നായിട്ട് ആസ്വദിക്കാനായിട്ട് പറ്റും. ലൈറ്റ് ഹൗസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബ്രിട്ടീഷ് റൂൾ സമയത്ത് കന്യാകുമാരി ലൈറ്റ് ഹൗസ് കോസ്റ്റൽ സെക്യൂരിറ്റിക്കും ഷിപ്പ് നാവിഗേഷനും വേണ്ടിയിട്ടാണ് ഈ ലൈറ്റ് ഹൗസ് മെയിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ലൈറ്റ് ഹൗസിൽ വരുമ്പോൾ സൺസെറ്റ് ടൈം ആണ് ഏറ്റവും ബെസ്റ്റ് ടൈം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ടൗൺ, പിന്നെ അതുപോലെ കടലിന്റെ അതിമനോഹരമായ ഒരു വ്യൂ, അതൊക്കെ നമുക്ക് നന്നായി ആസ്വദിക്കാൻ പറ്റും. ദെൻ ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്നുകൂടെ സൺസെറ്റ് കണ്ടുവരാം, സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും സൺസെറ്റ് വ്യൂ പോയിന്റിലോട്ട് പോയി. അവിടെ ഇരുന്ന് ഇങ്ങനെ ഈ പുഴുങ്ങിയ കപ്പലണ്ടി ഇങ്ങനെ നമ്മൾ സാലഡൊക്കെ ആക്കി കഴിച്ച് വെറുതെ ഇങ്ങനെ സൺസെറ്റ് കണ്ടിരിക്കാൻ അടിപൊളിയായിരുന്നു. എനിക്ക് വീണ്ടും രണ്ടാമതും എനിക്ക് സൺസെറ്റ് കാണാനായിട്ട് അവിടെ പറ്റി. അപ്പോഴും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ക്രൗഡ് എന്തായാലും ഉണ്ടാവുമല്ലോ. സോ നല്ലൊരു അടിപൊളി സൺസെറ്റും എനിക്ക് രണ്ടാമത്തെ ദിവസം കാണാനായിട്ട് സാധിച്ചു. സൺറൈസ് എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും സൺസെറ്റ് ഞാൻ അടിപൊളിയായിട്ട് കണ്ടു. ദെൻ മൈ സെക്കൻഡ് ഡേ ഞാൻ റിട്ടേൺ ഡേ ആണ് എനിക്ക്. അപ്പോൾ വന്നിട്ട് കന്യാകുമാരി ദേവിയെ ഞാൻ തൊഴുതിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഇനി എനിക്ക് ദേവീനെ മാത്രം കണ്ടാൽ മതി. സോ ഞാൻ നേരെ അമ്പലത്തിലോട്ടാണ് പോയത്.
അങ്ങനെ രാവിലെ ക്യൂ ഒക്കെ നിന്ന് അമ്പലത്തിന്റെ അകത്തോട്ട് കടന്നു. അത്യാവശ്യം ലോങ് ക്യൂ ഉണ്ടായിരുന്നു. ഞാൻ ജനറൽ ക്യൂ വഴിയാണ് കയറിയത്. എന്റെ ചുറ്റും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ അയ്യപ്പ ഭക്തന്മാരായിരുന്നു. ഈ ദേവി ക്ഷേത്രത്തിന് 3000 വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നുണ്ട്. ഇവിടുത്തെ ദേവി കന്യാകുമാരി പരാശക്തിയുടെ അവതാരമാണെന്നാണ് വിശ്വസിക്കുന്നത്. ദേവി ലോകാവസാനത്തില് ബാണാസുരനെ കൊല്ലാനായി ഇവിടെ ജനിച്ചു എന്നാണ് കഥ. അങ്ങനെ എൻ്റെ കന്യാകുമാരി സോളോ ജേണി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലായ്പ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ലൈക്കും ചെയ്തേക്കണം, കമൻറ്റും ചെയ്തേക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാമെന്ന് വിശ്വസിക്കുന്നു. ബൈ.